ഗാസയിൽ വെടിനിർത്തലിനായി തിരക്കിട്ട ചർച്ചകൾ തുടരുകയാണ്. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ കെയ്റോയിലെത്തിയിട്ടുണ്ട്. ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിച്ചാൽ മാത്രമേ ചർച്ചയ്ക്കുള്ളൂ എന്ന നിലപാടിലാണ് ഹമാസ്. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്തഹ് അൽ സീസിയുടെ മധ്യസ്ഥതയിലാണ് പുതിയ സമാധാന ചർച്ചകൾ നടക്കുന്നത്. ഇതിനായി ഹമാസ് രാഷ്ട്രീയകാര്യ തലവൻ കെയ്റോയിലെത്തി. 40 ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരം ഒരാഴ്ച വെടിനിർത്തൽ കാലമാക്കാമെന്നാണ് ഇസ്രായേൽ അറിയിച്ചത്. എന്നാൽ ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിച്ചാൽ മാത്രമേ ബന്ദിമോചനമുള്ളൂവെന്നാണ് ഹമാസിന്റെ നിലപാട്. കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരുടെ വീഡിയോ ഹമാസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതിനു പിന്നാലെ ഇസ്രായേലിൽ പ്രതിഷേധം ശക്തമാണ്. ഈ സന്ദർഭത്തിലാണ് ഇസ്രായേൽ വെടിനിർത്തലിന് അനുകൂലം അറിയിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 100-ലേറെ പേർ കൊല്ലപ്പെടുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ലെബനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഹിസ്ബുള്ള പോരാളികൾ കൊല്ലപ്പെട്ടു. ചെങ്കടലിൽ ഹൂതി ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ കാർഗോ കപ്പലുകൾ താൽക്കാലികമായി നിർത്തി. ഹൂതികൾക്കെതിരെ കഴിഞ്ഞ ദിവസം അമേരിക്ക പ്രഖ്യാപിച്ച ബഹുരാഷ്ട്ര നാവികസേനാ സഖ്യം മേഖലയിൽ ഉടൻ പെട്രോളിംഗ് തുടങ്ങുമെന്ന് US വൃത്തങ്ങൾ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.